വീണ്ടും വിവാദ പരാമർശവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. രാഹുൽ ഗാന്ധി വയനാട് ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങളായിരുന്നുവെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ഇവിടുന്ന് ഇപ്പൊ രണ്ടാള് ജയിച്ചില്ലേ ഈ വയനാട്ടിൽ നിന്ന്? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാമല്ലേ? CPIM വയനാട് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിലാണ് വിവാദ പരാമർശം. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പൻ ചെയ്യുന്നു. സുർജിത്ത്, വാവിട്ട വാക്കുകൾ കൊണ്ട് എ വിജയരാഘവൻ CPIM പ്രതിരോധത്തിലാക്കുകയാണ്. നേരത്തെ റോഡ് തെരഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ന്യായീകരണം ഏറെ വിവാദത്തിലായിരുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു വിവാദ പ്രസ്താവന. പക്ഷേ പാലക്കാട് തോൽവി മുതൽ അവർ ആവർത്തിക്കുന്ന ന്യൂനപക്ഷ പ്രീണനമെന്ന വിവാദം വീണ്ടും വയനാട്ടിലും ആവർത്തിക്കുകയാണ് വിജയരാഘവൻ. വിവരങ്ങൾ. തീർച്ചയായും സുഹൈൽ, ഈ ന്യൂനപക്ഷ വർഗീയത സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ വിവാദ പരാമർശങ്ങൾ വലിയ രീതിയിൽ സമ്മേളന ഘട്ടത്തിൽ ചർച്ചയാവുകയായിരുന്നു. കാരണം അതായത് നേരത്തെ ഈ റോഡ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് തടഞ്ഞുള്ള പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദമായിരുന്നു എ വിജയരാഘവൻ്റെ. അതിന് തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു വിവാദ പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നത്. CPIMന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ഡൽഹിയിലെത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയോടെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങളായിരുന്നുവെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. വലിയ തോതിൽ കേരളം വർഗീയവൽക്കരണത്തിന് വിധേയമാവുകയാണ്. ഇതിൽ നല്ല ശ്രദ്ധ പുലർത്തണം. അതോടൊപ്പം തന്നെ ദേശീയമായി നടക്കുന്ന തീവ്ര ഹിന്ദുത്വ വർഗീയതയുടെ കൂടെ ന്യൂനപക്ഷ വർഗീയത കൂട്ടിച്ചേർത്ത് കേരളീയ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ നടന്ന ഈ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പൊതുവായി ഇപ്പോൾ വിമർശനമടക്കം ഉയരുന്നത്. കോൺഗ്രസ് അടക്കം അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും CPIM ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം എ വിജയരാഘവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സുഹായ്, ഇനി BJP എന്ത് പറയുന്നു അത് തന്നെ ആവർത്തിക്കുകയാണ് CPIMന്റെ മുതിർന്ന നേതാവ് സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം.